ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മുടെ സെയിൽസിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ പല ആൾക്കാർക്കും ഉള്ള ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഡൗട്ടിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും കാണിക്കുന്ന ഒരു മണ്ടത്തരം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സെയിൽസിലെ പണിയാണെങ്കിൽ വേണ്ട സാറേ, കാരണം നമുക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കണം, കസ്റ്റമർമാരെ കാണാനായിട്ട് പോകണം, അവർക്ക് കൊട്ടേഷൻ കൊടുക്കണം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. മാത്രമല്ല, എനിക്ക് അങ്ങനെ സെയിൽസ് നടത്താനായിട്ടുള്ള സ്കില്ലുണ്ടോ എന്നും അറിയത്തില്ല. ഞാനതിനെ പറ്റിയിട്ടുള്ള ആൾക്കാർ നാളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ സെയിൽസ് വേണ്ട, ഓപ്പറേഷൻസോ ഡോക്യുമെൻറ്റേഷനോ ഒക്കെയാണ് ചെയ്യാം ഇന്ന് ഒത്തിരി പിള്ളേർ പറയുന്ന ഒരു കാരണമാണത്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യമുള്ളത്, ഇന്ന് പുതിയ പല കമ്പനീസിനും ഫ്രഷേഴ്സിനെ ആവശ്യമായിട്ടുള്ളത് അവരുടെ യങ് ബ്ലഡ് വെച്ച് സെയിൽസ് നടത്താൻ പറ്റിയ ആൾക്കാരെയാണ്. അപ്പോൾ സെയിൽസിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഈ ഡോക്യുമെൻറ്റേഷനിലൊക്കെ ഉള്ള ജോലികളുടെ എണ്ണത്തിലും അതിൻ്റെ എമൗണ്ട് ഓഫ് വർക്കൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾക്ക് അവിടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ കസ്റ്റമർ സർവീസും എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പക്ക ഡോക്യുമെൻറ്റേഷൻ ആയിട്ടുള്ള ഒരു വർക്കും ഇല്ല. അതല്ലെങ്കിൽ ജസ്റ്റ് ഡേറ്റ എൻട്രി ആയിരിക്കും. അത്തരം ജോലികൾക്കുള്ള ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഇനി സെയിൽസിൽ ഗ്രോത്ത് കൂടുതലാണ്. നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ഏരിയ സോണൽ മാനേജർ, പിന്നെ നാളെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും സെയിൽസിൽ വർക്ക് ചെയ്ത് അതിന് ബെനിഫിറ്റ് കിട്ടും. ശരിയാണ്, സെയിൽസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് മാറാം. അതായിരിക്കണം നിങ്ങളുടെ ഇനി പ്ലേസ്മെൻറ്റിന് പോകുമ്പോഴുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, താങ്ക് യു.